വിശുദ്ധമായ നിശബ്ദതയിലൂടെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് ദേവകുമാരന് ജന്മമെടുക്കുവാൻ സ്വയം വിട്ടുകൊടുത്ത രണ്ട് പുണ്യജീവിതങ്ങളുടെ ത്യാഗത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. തിരസ്കരണത്തിന്റെ ഓരോ ബെത്ലഹേം അനുഭവവും നൂതനമായ അവസരങ്ങളെ നമ്മുടെ മുമ്പിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ആ അവസരങ്ങളെ, സാധ്യതകളെ കണ്ടെത്തി ആത്മീയ പുൽക്കൂടുകളിൽ ജന്മമെടുക്കുവാനുള്ള ഒരാഹ്വാനവുമായി ക്രിസ്മസ് വരവായി. അപ്പമാകേണ്ടവൻ അപ്പത്തിന്റെ ഭവനത്തിൽ കന്നുകാലുകളുടെ തീന്മേശയിൽ വന്നു പിറക്കുന്നു. ദൈവപുത്രന് പിറക്കാൻ ഇടമില്ലാത്തവെന്ന് നിറഞ്ഞു കവിഞ്ഞിരുന്ന ബെത്ലഹേമിലെ സത്രങ്ങൾ ഇന്നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിറഞ്ഞ മനുഷ്യ മനസ്സുകളെ തുറന്നു കാണിക്കുന്നു. ഇമ്മാനുവേൽ ആകുവാൻ തന്നെ തന്നെ മറന്നതിന്റെ ഈ ഓർമ്മ പെരുന്നാളിൽ അവൻ നമ്മയും ക്ഷണിക്കുന്നു. ഇന്നലെയുടെ നൊമ്പരങ്ങളെ, പരിഭവങ്ങളെ, പിഴവുകളെ, പോരായ്മകളെ മറന്ന് രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുവാൻ, നമ്മുടെ മനസ്സൊന്ന് ശൂന്യമാക്കുവാൻ, അവന് പിറക്കുവാൻ തക്കവിധം നിർമ്മലമായ ഹൃദയത്തിൽ ഉടമയാകുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ അവനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.